ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യക്ക് ഒരു തിരിച്ചടി നൽകണം പാകിസ്ഥാന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതിനായിട്ട് പല മാർഗങ്ങൾ അവർ അവലംബിക്കുന്നു. ഒന്നും വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. കാരണം ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനത്തെ ഇന്ത്യ യുദ്ധപ്രഖ്യാപനമായി കാണുമെന്നും ഓപ്പറേഷൻ സിന്ദൂർ തുടരുമെന്നുമുള്ള നമ്മുടെ മുന്നറിയിപ്പ് നിലവിലുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വനിതാ ചാവേറുകളെ റിക്രൂട്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് അയക്കാനായിട്ട് തീരുമാനിക്കുന്നു. എന്നിട്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സ്ഫോടനമോ അല്ലെങ്കിൽ ആക്രമണങ്ങളോ നടത്താനായിട്ട് പദ്ധതിയിടുന്നു. നേരത്തെ അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും ഭീകര സംഘടനകളെ ഒരു കുട കീഴിൽ അണിനിരത്തി ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താനുള്ള ബ്ലൂ പ്രിന്റ് ഇന്ത്യക്ക് ലഭിച്ചിരുന്നു. ഇതും പൊളിഞ്ഞതോടുകൂടിയാണ് ഇപ്പോൾ പുതിയൊരു നീക്കം നടത്തുന്നത്. അതായത് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകര സംഘടന, അതിൻ്റെ തലവനുണ്ട് മസൂദ് അസർ. മസൂദ് അസറിൻ്റെ സഹോദരിയായ സാദിയ അസറാണ് ഈ വനിതാ ബ്രിഗേഡിനെ നയിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ആരംഭിച്ചു കഴിഞ്ഞു. അതായത് നിലവിൽ ജെയ്ഷെ മുഹമ്മദിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദികളുടെ ഭാര്യമാർ, അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മേഖലയിൽ നിന്ന് സ്ത്രീകളെ ആകർഷിക്കുക, ഇതാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ജെയ്ഷെ മുഹമ്മദ് അല്ലെങ്കിൽ ഈ പറയുന്ന ലഷ്കർ എ തൊയ്ബ ഇതുപോലെയുള്ള ഭീകര സംഘടനകൾ സ്ത്രീകളെ ഈ ജിഹാദ് ആക്രമണങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾ നടത്തുന്ന അറ്റാക്കുകളിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയിരുന്നു. അവരെ പങ്കെടുപ്പിക്കുന്നില്ല. പക്ഷേ യുദ്ധതന്ത്രം പെട്ടെന്ന് മാറ്റാനായിട്ട് മസൂദ് അസറും അതുപോലെ തന്നെ ഇയാളുടെ സഹോദരനായ തൽഹ അൽ സെയ്ഫും ചേർന്ന് തീരുമാനിക്കുന്നു. ഇതിനാണ് ആരുടെയും ശ്രദ്ധയിൽ പെട്ടെന്ന് കടന്നുകൂടാത്ത വനിതാ ചാവേറുകളെ പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ തയ്യാറാക്കിക്കൊണ്ടുവരുന്നു. എന്നിട്ട് ഈ സംഘടനകളെ ഇന്ത്യയിലേക്ക് അയക്കണം. ഇതാണ് തന്ത്രം. കാരണം ഇപ്പോൾ സാദിയ അസറിൻ്റെ ഭർത്താവായ യൂസഫ് അസർ ഇന്ത്യയുടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ടിരുന്നു. അതിന് പ്രതികാരം ചെയ്യാനായിട്ട് സാദിയ അസർ തന്നെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിൽ വനിതകളെ കൂടെ കൊണ്ടുവരാം എന്ന് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ബോക്കോ ഹറാം, ഹമാസ്, ഐസിസ്, അതുപോലെ തന്നെ LTT തുടങ്ങിയ ഭീകര സംഘടനകളാണ് ഇത്തരത്തിൽ വനിതാ ചാവേറുകളെ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളൊക്കെ ആസൂത്രണം ചെയ്തത്. ഇവിടെ ഇന്ത്യക്കെതിരെ എങ്ങനെയെങ്കിലും ഒരു ആക്രമണം നടത്തുക എന്നുള്ള ആത്യന്തികമായ ലക്ഷ്യത്തിലൂന്നിയാണ് ഈ വനിതാ ബ്രിഗേഡിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. അതായത് വിദ്യാഭ്യാസമുള്ള നഗര കേന്ദ്രീകൃതമായ മേഖലയിൽ നിന്ന് സ്ത്രീകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് മസ്തിഷ്ക പ്രക്ഷാളനം നടത്താം. അതല്ലെങ്കിൽ അവരെ ലാക്കാക്കി വൈകാരിക ഉള്ളടക്കമുള്ള സർക്കുലറുകൾ പുറത്തിറക്കുന്നു. ഇതിൽ മക്കയുടെയും മദീനയുടെയും ഒക്കെ പടമുണ്ട്. അങ്ങനെ അവർ ഈ പോരാട്ടത്തിൽ പങ്കാളികളാകാൻ തയ്യാറായി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഈ ജെയ്ഷെ മുഹമ്മദിന് ഇന്ത്യയിൽ പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്ന വ്യക്തികളും സംഘടനകളും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവരുമായിട്ട് സോഷ്യൽ മീഡിയ വഴി, വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി ചില ബന്ധങ്ങളൊക്കെ പുലർത്തുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വനിതാ ബ്രിഗേഡ് ചാവേറുകളായിട്ട് ഇന്ത്യയിലേക്ക് എത്തിയാൽ അവരുമായിട്ട് അല്ലെങ്കിൽ ഈ സ്ലീപ്പർ സെൽസ് എന്ന് വിളിക്കാവുന്ന ഇത്തരം സംഘടനകളുമായി അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നവർ ഇവർക്കെല്ലാം സഹായം ചെയ്തു കൊടുക്കും. ഇതാണ് തന്ത്രം. ഇത് നമ്മളും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ മെയ് 7-ാം തീയതി ഇന്ത്യ പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് ഏതാണ്ട് 100 കിലോമീറ്ററോളം അകത്തേക്ക് കയറിയാണ് ബഹാവൽപൂരിൽ ആക്രമണം നടത്തിയത്. അവിടുത്തെ ഈ മർക്കസ് സുബ്ഹാനല്ലാ എന്ന് പറയുന്ന പള്ളിക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ മസൂദ് അസറിൻ്റെ കുടുംബത്തിലെ 10 അംഗങ്ങൾ കൊല്ലപ്പെട്ടു. അതായത് അസറിൻ്റെ മൂത്ത സഹോദരി, അനന്തരവൻ, അവരുടെ ഭർത്താവ്, അനന്തരവൻ, അതുപോലെ 5 കുട്ടികൾ, അങ്ങനെ നിരവധി പേർ കൊല്ലപ്പെട്ടതോടുകൂടി മസൂദ് അസർ പൂർണ്ണമായിട്ടും തകർന്നുപോയി. കാരണം ഇയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇക്കൂട്ടത്തിലാണ് സാദിയ അസർ എന്ന് പറയുന്ന സഹോദരിയുടെ ഭർത്താവും കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇവർ ശക്തമായ ഒരു റിക്രൂട്ട്മെൻറ്റ് ആരംഭിച്ചുകൊണ്ട് ചാവേർ വനിതകളെ സൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ പ്രധാനമായും പ്രവർത്തിക്കുന്നത് ബഹാവൽപൂർ, കറാച്ചി, മുസാഫറാബാദ്, കോട്ട്ല, ഹരിപ്പൂർ, മാൻസഹറ എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചാണ്. അതായത് മനഃശാസ്ത്രപരമായ യുദ്ധത്തിന് നിങ്ങൾ തയ്യാറെടുക്കൂ എന്നാണ് ഈ വനിതകളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇവർക്ക് ഫണ്ട് ചെയ്ത്, നമുക്കറിയാം പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകൾക്ക് എന്നും ഫണ്ട് ചെയ്യുന്നത് അവിടുത്തെ ചാരസംഘടന എന്നറിയപ്പെടുന്ന ഇന്റർ സർവീസ് ഇൻ്റലിജൻസ് ആണ്. ഇവിടെയും ISI ഈ വനിതാ ചാവേർ സംഘത്തിന് പണം മുടക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ പാകിസ്ഥാനിലെ ജനങ്ങൾ പട്ടിണി കിടന്നാൽ പോലും അവിടുത്തെ ഭീകരവാദ സംഘടനകൾക്ക് വളർച്ചയ്ക്ക് പ്രവർത്തനത്തിന് വേണ്ട പണം നൽകാൻ പാക് ഭരണകൂടം എപ്പോഴും തയ്യാറാകും. അപ്പം ISIക്ക് ഫണ്ട് മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് വൻതോതിൽ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളിലേക്ക് പണം ഒഴുക്കിവിടുന്നത്. ഇപ്പോൾ അസിം മുനീർ ഏതാണ്ട് പാകിസ്ഥാൻ്റെ തലപ്പത്ത് ഒരു ഭരണാധിപൻ എന്ന നിലകൊണ്ടതോടുകൂടി ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ തന്ത്രത്തിന് വലിയ പിന്തുണ കിട്ടും. അപ്പോൾ ഇത്രയും നാൾ ലഷ്കർ എ തൊയ്ബയ്ക്കോ ജെയ്ഷെ മുഹമ്മദിനോ ഹിസ്ബുൾ മുജാഹിദിനോ ഒന്നും ഉണ്ടാകാതിരുന്ന വനിതാ ചാവേർ എന്ന ആശയം ഇപ്പോൾ ആദ്യമായി നടപ്പാക്കാൻ പോകുന്നു. മസൂദ് അസർ
പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തി പകരം വീട്ടുക എന്നുള്ളതാണ്. പക്ഷേ ഈ മസൂദ് അസറിനെ എങ്ങനെയും പിടിക്കുക, നമ്മുടെ ഹിറ്റ് ലിസ്റ്റുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. കാരണം ഇയാളാണ് പാർലമെൻറ്റ് ആക്രമണത്തിൻ്റെ സൂത്രധാരൻ, അതുപോലെ തന്നെ പുൽവാമ ആക്രമണത്തിൻ്റെ സൂത്രധാരൻ. അങ്ങനെ നിരവധി കേസുകളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നോട്ടപ്പുള്ളിയാണ്. ഇയാളെ നമ്മുടെ NIA ഉൾപ്പെടെയുള്ള ഇൻ്റലിജൻസ് വിഭാഗം കൃത്യമായിട്ട് നിരീക്ഷിച്ചു വരുന്നു. ഇപ്പോൾ ഇയാൾ പാകിസ്ഥാനിൽ ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ പാക് ഒക്കുപ്പൈഡ് കശ്മീർ പോലെയുള്ള മേഖലകളിലോ പഞ്ചാബ് പ്രവിശ്യയിലോ ഒക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷേ ബിലാവൽ ഭൂട്ടോ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ മുൻ വിദേശകാര്യമന്ത്രി തന്നെ പറഞ്ഞു, ഈ മസൂദ് അസർ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല, അയാൾ അഫ്ഗാനിസ്ഥാനിലായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ ഇയാളെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു എന്നതിൻ്റെ ചില വാർത്തകളൊക്കെ പുറത്തു വന്നു. അതായത് ബിലാവൽ ഭൂട്ടോ പറയുന്നതനുസരിച്ച് ഇയാൾ അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ ബഹാവൽപൂരിൽ നിന്ന് ഗിൽജിത് ബാൾട്ടിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള സ്കർദ എന്ന് പറയുന്ന മേഖലയിൽ, കടലോര മേഖലയാണ്, അവിടെ വെച്ച് ഇയാളെ കണ്ടിട്ടുണ്ട്. എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മസൂദ് അസർ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. പ്രമേഹം കാരണം ഇയാൾക്ക് ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു, കാലിന് സ്വാധീനശേഷി കുറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. എന്തായാലും ഒളിവിലിരുന്നു കൊണ്ടും മസൂദ് അസറിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് കൃത്യമായ തന്ത്രങ്ങൾ പയറ്റുന്നു. അങ്ങനെയാണ് ഒരു മാനസിക യുദ്ധത്തിന് തയ്യാറെടുക്കാനായിട്ട് ഈ മസൂദ് അസറിൻ്റെ സഹോദരി സാദിയ അസറിൻ്റെ നേതൃത്വത്തിൽ വനിതാ ബ്രിഗേഡ് രൂപീകരിക്കുന്നത്. UPയിലും ജമ്മു കാശ്മീരിലും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ചില ആശയവിനിമയങ്ങൾ നടന്നു എന്നതിൻ്റെ സൂചന നമ്മുടെ ഇൻ്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ചു. അതായത് ഇന്ത്യയിലെ ചില സ്ലീപ്പർ സെൽസ് പോലും ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഓപ്പറേഷന് അല്ലെങ്കിൽ അവരെ സഹായിക്കാനായിട്ട് രംഗത്തേക്ക് ഇറങ്ങുമെന്നാണ് പറയുന്നത്. എന്തായാലും ഈ LTTയുടെ അല്ലെങ്കിൽ ബോക്കോ ഹറാമിൻ്റെ അല്ലെങ്കിൽ ഹമാസിൻ്റെ ഒക്കെ മാതൃകയിൽ ഈ പറയുന്ന ചാവേർ വനിതാ സംഘങ്ങളെ നിയോഗിച്ച് ഇന്ത്യയിലേക്ക് അയക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതികരണം എന്നത് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. കാരണം അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പോലും നമ്മൾ ഒരു ഭീകര പ്രവർത്തനമായിട്ടല്ല കാണുന്നത്, യുദ്ധപ്രഖ്യാപനമായിട്ടാണ്. ഇനി ഒരു തവണ പ്രകോപനമുണ്ടായാൽ പാകിസ്ഥാൻ ലോക ഭൂപടത്തിൽ ഉണ്ടാകില്ല എന്ന് ഇന്ത്യയുടെ കരസേന മേധാവി ഉപേന്ദ്ര ദ്വിവേദി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. AP സിംഗ് എന്ന് പറയുന്ന വ്യോമസേനാ മേധാവി പറഞ്ഞു, പാകിസ്ഥാനിലെ 10 യുദ്ധവിമാനങ്ങളും റൺവേയുമാണ് നമ്മൾ തകർത്തത്. ഇനി ഒരാക്രമണം ഉണ്ടായാൽ ഞങ്ങൾ സംയമനം പാലിക്കില്ല എന്ന് പറയുന്നു. എന്നിട്ടും പാകിസ്ഥാനിലെ ISI വലിയ തോതിൽ ഫണ്ട് ഒഴുക്കുന്നു. അതായത് വനിതാ ബ്രിഗേഡിനെ നിയോഗിക്കാൻ, അവരെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ സാധാരണക്കാരായ സ്ത്രീകളെ, വിദ്യാസമ്പന്നരായ ആളുകളെയൊക്കെ തന്നെ വൈകാരികമായ കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിച്ചുകൊണ്ട് അവരെ റിക്രൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇത്തരത്തിലുള്ള ചാവേർ ആക്രമണത്തിലൊക്കെ പങ്കെടുക്കാൻ തയ്യാറുള്ള നിരവധി സ്ത്രീകളുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുക, ഇന്ത്യയിൽ സ്ഫോടനം നടത്തുക. അപ്പോൾ വനിതകളെ ജിഹാദിന് വേണ്ടി നിയോഗിക്കുന്ന പുതിയൊരു തന്ത്രത്തിലേക്ക് ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ, അതുപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ ഭീകര സംഘടനകളും മാറുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.